സേവനത്തിനൊക്കെ ഇറങ്ങിയാൽ നല്ല കാര്യമായിരിക്കില്ലേ? അവാർഡുകളും കിട്ടുമല്ലോ. മാത്രമല്ല ടിവിയിൽ നമ്മുടെ ഇന്റർവ്യൂ വരും. എനിക്ക് സമ്മതമാണ്. ചായക്കാരൻ ചേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി വരുന്നോ? എന്തു പറയാനാ, നിങ്ങളുടെ കൂടെ സാമൂഹ്യ പ്രവർത്തനത്തിന് വന്നാലേ എന്റെ ഈ കട ആര് നടത്തും? ചേട്ടാ, നിങ്ങൾക്ക് ഈ കടയിൽ ഇരുന്നോണ്ട് തന്നെ നല്ലപോലെ സാമൂഹ്യ സേവനം ചെയ്യാലോ. അതെങ്ങനെ? ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമൂസ തരൂ. ഇത് ഒരു സാമൂഹ്യ സേവനമല്ലേ? ഓ, അപ്പൊ അതാണ് കാര്യം. സാമൂഹ്യ സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ സമോസ ഫ്രീ ആയിട്ട് തിന്നാനുള്ള അടവാണല്ലേ? അത് നടക്കില്ല. സങ്കല്പിക്കൂ ചേട്ടാ, സങ്കല്പിക്കൂ. ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമൂസ തരുന്നു. ഞങ്ങൾ ആ സമൂസകൾ കഴിക്കുന്നു. അവിടെ നോക്കൂ, ടിവിയിൽ അങ്ങയുടെ ഇന്റർവ്യൂ വരും. പുറകിൽ ഒരുപാട് അവാർഡുകളും വരും. ജനങ്ങൾ മുഴുവൻ അങ്ങയുടെ ആരാധകരായി മാറും. എന്റെ എല്ലാ സമോസയും തിന്നു തീർത്തോ? എന്നെ ഞാനിതാ ശരിയാക്കി തരുന്നുണ്ട്. ചേട്ടാ, ചിന്തിക്കൂ, ചിന്തിക്കൂ. അവിടെ നിക്കവിടെ. ഓർത്തിരിക്കുക, ആലോചിക്കുക. ഞാൻ അവനെ വെറുതെ വിടരുത്. എത്രന്ന് വെച്ചാ ക്ഷമിക്കുക. പത്ലു, നീ എന്റെ കൈ കൊണ്ട് മോട്ടുവിനെ സമോസ തീറ്റിക്കായിരുന്നു അല്ലേ? ചായക്കട ചേട്ടൻ സാമൂഹ്യ സേവനം ചെയ്താലും ഇല്ലേലും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. കണ്ടില്ലേ, ഒരു ചെറിയ കുട്ടി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത്. വരൂ, നമുക്ക് അവനെ ചെന്ന് സഹായിക്കാം. അല്ല കുട്ട, ഞാൻ നിന്നെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കാം. ഗുഡ് ബോയ്. ഞാൻ നിന്നെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാം. ഞാൻ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാം. ആദ്യം ഞാനായി കുഞ്ഞിനെ എടുത്തത്. അടിക്കല്ലേ, ഞങ്ങളത് പറഞ്ഞോട്ടെ. തന്നെ അടിക്കാതെ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അല്ലെങ്കിൽ ആ സ്ത്രീ നമ്മളെ അടിച്ചടിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് നല്ലത് ചെയ്തിട്ടൊന്നും പ്രയോജനമില്ല. നല്ലത് ചെയ്ത കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് നോക്കൂ, നമുക്ക് ചെന്ന് അവരെ സഹായിക്കാം. മാത്രമല്ല, അവര് വലിയ അപകടകാരിയുമല്ല. കൂട്ടുകാരെ, ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാ. നിങ്ങൾ തളർന്നിരിക്കുവല്ലേ? ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ സഹായിക്കാം. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം കയ്യിലുള്ള വേർപ്പൊക്കെ തുടക്കട്ടെ, ഇല്ലെങ്കിൽ കയറ് കയ്യിൽ നിന്ന് വഴുതി പോയാലോ. ഞങ്ങളുടെ ഫ്രിഡ്ജ് നശിപ്പിച്ച് മര്യാദക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ പൈസ ആടും. മുഴുവൻ പൈസ തരണം. 20,000 രൂപയുടെ ഫ്രിഡ്ജായിരുന്നു. പക്ഷേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ? അതിന് ഞങ്ങൾ നിങ്ങളെ സഹായത്തിനൊന്നും വിളിച്ചില്ലല്ലോ. നിങ്ങളല്ലേ ഇങ്ങോട്ട് കേറി വന്നത്. എന്റെ ഫ്രിഡ്ജിന്റെ പൈസ ആടോ, എന്നിട്ട് വേഗം സ്ഥലം വിട്ടു. അതിന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. വേണ്ട. കസിട്ട്, എന്റെ ചങ്ക പെട്ടെന്ന് വൃത്തിയാക്ക്. നമുക്കിനി ഒരുപാട് ജോലിയുള്ളതാ. പൊളിച്ചടുത്തല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ നടുവേദനിച്ചിട്ട് വയ്യ. എന്റെ വല്യേട്ടാ, ഞങ്ങൾ സാമൂഹ്യ സേവനം ചെയ്യാൻ ഇറങ്ങിയതാ. പക്ഷെ ആർക്കും ഞങ്ങളുടെ സഹായം വേണ്ടത്രേ.
ഞങ്ങൾ എത്രത്തോളം സേവനം ചെയ്തോ അത്രത്തോളം അടി കിട്ടി. മോട്ടു പത്ലു, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം സ്വന്തം വീട്ടിൽ തന്നെ ആയിക്കോട്ടെ സേവനം, എന്നിട്ട് മതി പുറത്ത്. ശരി ഘസീട്ടാറാം, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളാം. അതെ, ഇതും നിങ്ങളുടെ വീട് പോലെ തന്നെ അല്ലേ? സാമൂഹ്യ സേവനം ഇവിടുന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇത് കണ്ടോ, നിലം എത്ര വൃത്തികേടാണെന്ന്. നിങ്ങൾ രണ്ടാളും ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിക്കോളൂ. ഈ കെമിക്കല് വെള്ളത്തിൽ കലർത്തിയിട്ട് നിലം തുടയ്ക്കാം, അപ്പൊ കുറച്ചുകൂടെ വൃത്തിയാവും. ഓയ് പത്ലു, എന്റെ കെമിക്കലിന്റെ ജാറ് ഞാൻ എവിടെയാണല്ലോ വെച്ചിരുന്നത്, കാണുന്നില്ല. ഓ അതാണോ? അത് മോട്ടോ എടുത്ത് വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഇപ്പൊ തറ തുടയ്ക്കുന്നത്. ഓയ് മോട്ടു, നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? വലിയേട്ടാ, ഒന്നിങ്ങോട്ട് നോക്ക് വലിയേട്ടാ, എത്ര ഭംഗിയിലാ വൃത്തിയാക്കിയെന്ന്. അഴുക്കിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് കണ്ടില്ലേ? പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അംശം പോലും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും എന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കാരണം ഞങ്ങളുടെ സാമൂഹ്യ സേവനം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാ അവാർഡ് മേടിക്കുക? പൊളിച്ചെടുത്തല്ലോ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം. ഈ റോഡ് മുഴുവനും വൃത്തിയാക്കിക്കോളൂ. അതും ഒരു സാമൂഹ്യ സേവനമാണല്ലോ. ഫുർഫുറെ നഗരം നിങ്ങൾ വൃത്തിയാക്കിയാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പ്രശംസിക്കുമല്ലോ. നല്ല ഐഡിയ ആണല്ലോ. വാ മോട്ടു. ഏത് പ്രാന്തനാണ് അവിടെ ഇത്രയും പൊടി ഇളക്കി വിടുന്നത്? അടിക്കണവന്മാരെ, ഇവന്മാര് കാരണമാ ആക്സിഡന്റ് ഉണ്ടായേ. വിടരുതവന്മാരെ, അടിക്കടാവന്മാരെ, അടിക്കടാവന്മാരെ. അടിക്കണവന്മാരെ, വിടരുത് ഒരുത്തനെ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നമ്മൾ സാമൂഹ്യ സേവനം തുടങ്ങുന്നതിന് മുമ്പല്ലേ നിർത്തേണ്ടി വന്നല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും പറ. വാ, നമുക്ക് പോയി നാട്ടിലെ എല്ലാ ഡസ്റ്റ്ബിനും വൃത്തിയാക്കാം. എന്നിട്ട് പരിസരത്ത് കിടക്കുന്ന ചവറുകളൊക്കെ എടുത്ത് അതിൽ കൊണ്ടുപോയി ഇടാം. എന്ന് വരൂ. ഹാഷ് ഹുർ. ഏയ്, ഉർറ്. പോയെ ഇവിടുന്ന്. പോവാനാ പറഞ്ഞത്. ഹുഷ്, ഹുഷ്, ഹുഷ്. ഹാഷ് ഹുർ. എന്തായി ചെയ്യുന്നേ? ചവറ് കഴിച്ചതൊക്കെ മതി, ഓടിക്കോ. വേഗം ഓട്. ഓടിക്കോ. ഓടാ. ഓടാ പറഞ്ഞത്. ഓടിക്കോ. മോട്ടും പത്തലും നമ്മുടെ ജീവിതം കൊളമാക്കുമെന്നാ തോന്നുന്നേ. ജീവിതമല്ല, ഭക്ഷണമാ അവന്മാര് കൊളമാക്കി. എന്റെ വായിലിരുന്ന് ഒരു എല്ലെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടങ്ങിട്ട്. എന്റെ വായിലിരുന്ന മീൻ എടുത്തോണ്ട് പോയി. നമ്മൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. വരൂ, അവന്മാര് രണ്ടിനെ ഒരു പാഠം പഠിപ്പിക്കണം. വരൂ, ഇന്നത്തോടെ അവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാം നമ്മുടെ വായിൽ നിന്ന് എല്ലും കഷ്ണമൊക്കെ എടുത്തോണ്ട് പോയി എന്താ സംഭവിക്കുന്നതെന്ന്. മതി. അങ്ങനെ ഈ ഡസ്റ്റ്ബിന് കൂടെ വൃത്തിയായി. ഇനി നമുക്ക് ചെന്ന് വിശ്രമിക്കാം. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള നമ്മളുടെ ഈ സേവനം പൂർത്തിയായിരിക്കുന്നു. മോട്ടു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ കുറച്ചോണ്ട് വരുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ സാമൂഹ്യ സേവനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ. പത്തിലോ, ഇന്നത്തോടെ നമ്മുടെ സാമൂഹ്യ സേവനം മതി. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും നമ്മുടെ സാമൂഹ്യ സേവനം ഇഷ്ടാവുന്നില്ല.
Watch India's largest kids library only on Jio Hotstar. Download the app now.